നമസ്കാരം. മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ഇത് ചെയ്യാത്തവർ വളരെ കുറവാണ്. മൃത്യുഞ്ജയ ഹോമം എന്ന് കേട്ടാൽ തന്നെ ഒരാൾ ചോദിക്കും, ആരാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ആർക്കാണ് വയ്യായിക? ഇമ്മീഡിയറ്റായിട്ട് തോന്നുന്ന ചോദ്യമാണ്, നമ്മുടെ മനസ്സിലൊക്കെ തോന്നുന്ന ചോദ്യമാണ്. മൃത്യുഞ്ജയ ഹോമം എന്ന് കേട്ടാൽ തന്നെ ആരോഗ്യ പ്രശ്നമാണ്, അതിൻ്റെ നിവൃത്തിക്കാണ് നാം ചെയ്യുന്നത് എന്ന ധാരണയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ. മൃത്യു എന്ന ശബ്ദത്തിന് മൃത്യു തുല്യമായ അവസ്ഥകളെ പറഞ്ഞിട്ടുണ്ട്. മൃത്യു തുല്യമായ അവസ്ഥ, മൃത്യുവിൽ നിന്ന് മനുഷ്യന് മോചനമുണ്ടോ? ഇല്ല എന്ന് തന്നെ ഏവർക്കും അറിയാം. മൃത്യുവിൽ നിന്ന് മോചനമേ ഇല്ല, പിന്നെ എന്തിനാണ് മൃത്യുഞ്ജയം? വ്യഥാ ദുഃഖം ഭയം ലജ്ജ ശോകമോഹ തഥൈവ ച ബന്ധനം അവമാനം ചൈവ മൃത്യുശ്ച അഷ്ടവിധ പ്രോക്ത. 8 വിധമായ മൃത്യു തുല്യമായ അവസ്ഥകൾ, വ്യഥാ ദുഃഖം ഭയം ലജ്ജ, ഇതൊക്കെ വരുമ്പോൾ ഇത് മൃത്യു തുല്യമായ അവസ്ഥയാണ്. ബന്ധനം അവമാനം ചൈവ, ഒരാൾ ബന്ധനത്തിൽ കഴിയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ. പക്ഷെ ബന്ധനം എന്ന് പറഞ്ഞാൽ തന്നെ നാം ചിന്തിക്കുന്നത് നേരെ കാരാഗൃഹമാണ്, ജയിൽവാസമാണ് ബന്ധനം എന്ന് പറയുന്നു. ഇല്ല, ഒരു രോഗിക്ക് കൂട്ടിരിക്കുകയാണ്, അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, അതൊരു ബന്ധനമാണ്. കൺഫൈൻമെൻറ്റ് ടു ക്യാമ്പ് ബന്ധനമാണ്. അപ്പോൾ ഇന്നിങ്ങനെ കുറേ അവസ്ഥകളുണ്ട്. ഒരാൾക്ക് നല്ല രീതിയിൽ അപമാനം, ദുഷ്കീർത്തി, മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ജീവിക്കുകയാണ്, മൃത്യു തുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മൃത്യുതുല്യമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുക. വ്യഥാ ദുഃഖം ഭയം ലജ്ജ ശോകമോഹ തഥൈവ ച ബന്ധനം അവമാനം ചൈവ മൃത്യുശ്ച അഷ്ടവിധ പ്രോക്ത എന്ന് പറഞ്ഞു. ഇനി ഇതിൽ പാഠഭേദങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ ഒരു ഭാഗത്ത് പറഞ്ഞ വിഷയത്തെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന എന്ന് കേൾക്കുമ്പോൾ തന്നെ ദീർഘായുസ് ഇല്ലെങ്കിൽ ആരോഗ്യം മാത്രമായിട്ട് മനസ്സിൽ തോന്നരുത്. കാരണം നമ്മളുടെ ഈ ശബ്ദങ്ങളെല്ലാം തന്നെ ഓരോ പദങ്ങളും നാം ഇതിനെ ടാഗ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നു, ദീർഘായുസാണ് ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണ്, ഒരു മൃത്യുഞ്ജയ ഹോമം കഴിച്ചേക്കാം എന്ന് അപ്പോൾ തന്നെ മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ ആരോഗ്യമെന്ന് കേൾക്കുമ്പം മൃത്യുഞ്ജയം എന്ന വാക്ക് അവിടെ അന്വർത്ഥമാകുകയാണ് ചെയ്യുന്നത്. അപ്പം മൃത്യു തുല്യമായ അവസ്ഥയിൽ നിന്നുള്ള മോചനം, അത് ഏതവസ്ഥയും ആയിക്കോട്ടെ. ഇനി നാം നേരെ മനസ്സിലാക്കേണ്ടത് മൃത്യുഞ്ജയ അർച്ചന ഇല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം. ഇപ്പം മൃത്യുഞ്ജയ ഹോമം സപ്തദ്രവ്യങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. സപ്തദ്രവ്യങ്ങൾ, അതായത് 7 ദ്രവ്യങ്ങളെ കൊണ്ട് മൃത്യുഞ്ജയ ഹവനം ചെയ്യുന്നു. ഈ 7 ദ്രവ്യങ്ങൾ, ഓരോ ദ്രവ്യവും 144 സംഖ്യ ത്രയംബകാദി മന്ത്രങ്ങൾ കൊണ്ട്, പല സ്ഥലത്തും ചെറിയ പാഠഭേദങ്ങളുണ്ട്. ത്രയംബകം മന്ത്രമുണ്ട്, ത്രയക്ഷരി മന്ത്രമുണ്ട് എന്നിങ്ങനെ ചെറിയ വ്യത്യാസത്തോടു കൂടി പൊതുവെ ത്രയംബകം യജാമഹേ ഏവർക്കും അറിയാം, മൃത്യുഞ്ജയ മന്ത്രം ഏവർക്കും അറിയാം. ഈ മന്ത്രം കൊണ്ട് 144 ഒരു ദ്രവ്യം, വീണ്ടും അടുത്ത 144 അടുത്ത ദ്രവ്യം, അങ്ങനെ സപ്തദ്രവ്യം 7 × 144 ദ്രവ്യങ്ങളെ കൊണ്ട് 7 × 7 × 144 എന്ന് പറയുമ്പോൾ 1008 സംഖ്യയായി. അപ്പം മൃത്യുഞ്ജയ ഹോമം 1008 സംഖ്യ കഴിക്കുന്നു. ഇതാണ് ഒരു മൃത്യുഞ്ജയ ഹോമം. ഇനി ഏവരും ചിന്തിക്കുക, ക്ഷേത്രങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം സാധ്യമാകുമോ എന്നുള്ളതാണ്. ഉത്തരം സാധ്യമാകും. ഈ മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കുന്നവർക്കൊക്കെ ഇത്രയും സംഖ്യ കഴിക്കുവാൻ സാധ്യമാകുമോ എന്ന് ഒന്നുകൂടി ചിന്തിച്ച് നോക്കുക. ക്ഷേത്രങ്ങൾക്കെതിരല്ല, ക്ഷേത്രാചാരങ്ങൾക്ക് ഞാൻ എതിരല്ല, ആ വഴിപാടിനെക്കുറിച്ച് കുറ്റം പറയുന്നില്ല. പക്ഷേ മൃത്യുഞ്ജയ ഹോമം വീട്ടിൽ നടത്തുമ്പോൾ ഏവർക്കും 1008 സംഖ്യ ഹോമിക്കുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നാം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. കാരണം ക്ഷേത്രമുള്ളത് അകത്ത് ദേവതയെ പൂജിച്ച് ആ വിഗ്രഹത്തിൽ ആ ദേവനെ പൂജിച്ച് ആ അകത്തുള്ള കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിൽ മൃത്യുഞ്ജയ അർച്ചന സാധ്യമാകും. മൃത്യുഞ്ജയ ഹോമം 100 പേർ കൊടുത്തു കഴിഞ്ഞാൽ 100 × 1008 ഒരിക്കലും ആകില്ല. കാരണം തുച്ഛമായ രൂപ തന്നെയാണ് ക്ഷേത്രത്തിൽ മേടിക്കുന്നത്. 100 രൂപയാണ്, 150 രൂപയാണ്. ഈ ദ്രവ്യം വാങ്ങിക്കാൻ തന്നെ അത് ആ തുക നമുക്ക് തികയാതെ വരും.
അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മൃത്യുഞ്ജയ ഹോമം വീടുകളിൽ ചെയ്യുക, ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഫലം ഉണ്ടാകും എന്നുള്ള വസ്തുത കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ പാടില്ല എന്നുള്ള ഒരു വിഷയമല്ല ഇവിടെ പറഞ്ഞത്. ഇതിനെ ഒന്ന് വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ക്ഷേത്രങ്ങളിൽ കൂടുതലും മൃത്യുഞ്ജയ അർച്ചന നടത്തിപ്പോരുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വിവരം ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.